ആഴും തോറും ആഴമേറിടുന്നത്ര ആഴമുള്ളതാണ് തിരുവചനം. ഈ തിരുവചനത്തിൽ ആഴക്കിടക്കുന്ന മുത്തുകളെ പെറുക്കിയെടുത്ത് ക്രമീകൃതമായി വചനം പഠിപ്പിക്കുന്ന വേദാധ്യാപകന്മാരുടെ പഠനമുറി, വേദവിഹാരം. വിഹരിക്കൂ വേദത്തിലൂടെ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ സഹവിശ്വാസികൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായവും 15-ാം അധ്യായവും 16-ാം അധ്യായം, ഈ അധ്യായങ്ങൾ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 14-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. 16-ാം അധ്യായത്തിൽ വരുമ്പോൾ, നിങ്ങൾ പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതെ, അവിടെ കഷ്ടതകളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും, ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, ഇടറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, ക്ലേശങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ, കഷ്ടം അനുഭവിക്കുമ്പോൾ, കണ്ണുനീരനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, കഷ്ടപ്പാടുകൾ നേരിടുവാൻ, അത് സഹിക്കുവാൻ ഒക്കെ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തെ നോക്കുക, എന്നെ നോക്കുക എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നവനാകയാൽ നമുക്ക് നോക്കുവാൻ, അത് നേരിടുവാൻ ശക്തി നമുക്ക് ലഭിക്കുന്നത് ലോകത്തെ ജയിച്ചവനായ കർത്താവിനെ നോക്കുമ്പോഴാണ്. ഇബ്രാഹിം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഇങ്ങനെ കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. 12-ാം അധ്യായത്തിൽ ആദ്യ വാക്യങ്ങൾ വായിക്കുന്നത്, യേശുവിനെ നോക്കുക. അതെ, അവിടെ നാം നോക്കേണ്ടത്, നാം ധ്യാനിക്കേണ്ടത് കഷ്ടതയുടെ പാനപാത്രം, കയ്പ് നിറഞ്ഞ പാനപാത്രം, കർത്താവ് കുടിച്ച പാനപാത്രം, ആ പാനപാത്രം, കർത്താവ് കഷ്ടം സഹിച്ച ആ കയ്പ് നിറഞ്ഞ പാനപാത്രം കുടിച്ച കർത്താവ് കുടിച്ച പാനപാത്രത്തിൻ്റെ അത്രയും, കഷ്ടതയുടെ പാനപാത്രത്തിൻ്റെ അത്രയും നാം ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയും അത് നമ്മെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. കഷ്ടം നാം സഹിക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുന്നു. അതെ, നിരാശയിൽ നിന്ന് നമ്മെ ഉയർത്തുവാൻ കർത്താവിൽ ശരണപ്പെടേണ്ടത് ആവശ്യമാണ്. അവൻ്റെ പ്രത്യാശയിൽ അവനിലുള്ള പ്രത്യാശയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ കഷ്ടമനുഭവിപ്പാനും നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു വലിയ പദവി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ കഷ്ടതയിൽ നാം ആകുമ്പോൾ ഒരു വലിയ പദവി നമുക്ക് ലഭിക്കുന്നു. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ക്രൂശ്, ആ ക്രൂശ് നമ്മുടെ ക്രൂശ് തന്നെ എടുത്തുകൊണ്ട് നാം മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ക്രൂശ്, അത് ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ ക്രൂശ്. മറ്റുള്ളവരുടെ ക്രൂശുകളൊക്കെ നമ്മളെ ക്രൂശിനേക്കാൾ വലിയ ഭാരമുള്ളവയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രൂശാണ് ഏറ്റവും ഭാരം കുറഞ്ഞത്. അതുകൊണ്ട് ആ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കേണ്ടത് ആവശ്യമാണ്. ആ ക്രൂശ് എടുത്തുകൊണ്ട്, ആ കഷ്ടം സഹിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്രൂശ് എടുക്കുമ്പോൾ, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ആ ക്രൂശ് നാം വഹിക്കുമ്പോൾ ആ ക്രൂശിന് പ്രത്യേകതയുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പത്രോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അതെ, ഈ കഷ്ടങ്ങൾ വരമാണ്, മാത്രമല്ല സന്തോഷിക്കുവാൻ സാധ്യതയുള്ളതാണ്, അല്ലെ സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നതാണ്. അതാണ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് ഉല്ലസിച്ച് ആനന്ദിപ്പാനായിട്ട് വഴി തരുന്നതാണ്.
സന്തോഷിക്കുവാനായിട്ട് വഴി തരുന്നതാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ നാം നിരാശയിലകപ്പെട്ടു പോകാൻ സാധ്യതകളാണ്. എന്നാൽ കർത്താവിൻ്റെ ക്രൂശ്, കർത്താവിൻ്റെ ആ കൂടെയുള്ള ജീവിതം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ, ആ കഷ്ടങ്ങൾക്ക് നാം പങ്കുള്ളവരായിത്തീരുമ്പോൾ, കർത്താവിൻ്റെ ക്രൂശിനെ നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് നിരാശയിലേക്ക് കടന്നു പോയല്ല, നിരാശയിൽ നമ്മെ ഉയർത്തിയെടുക്കുന്ന, നമുക്ക് ഉല്ലസിച്ച് ആനന്ദിക്കുവാനായിട്ട് ഇടവരുത്തുന്നതാണ്, നിരാശയിൽ നിന്ന് നമ്മെ ഉയർത്തുന്നതാണ്, നമുക്ക് സന്തോഷം തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ കർത്താവിനോട് ചേർന്ന് നാം കഷ്ടം അനുഭവിക്കുമ്പോൾ. അത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾക്ക് കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊണ്ട് ഈ ദൈവം എന്നും എന്നേക്കും നമ്മെ പരിപാലിപ്പാൻ ശക്തനാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട്, ആ കർത്താവിൽ നമുക്ക് ചാരിക്കൊണ്ട്, നമ്മുടെ ക്രൂശ് അത് വലിയ ഭാരമാണെന്ന് തോന്നാതെ, നമ്മുടെ ക്രൂശ് ഏറ്റവും ഭാരം കുറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രൂശ് എടുത്തുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഷ്ടതയിൽ നിന്നെയും ഭാരവും ദുഃഖവും പ്രയാസവും സങ്കടവും ഒക്കെ വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും ലോകത്തിലെ കഷ്ടങ്ങൾ അത് സന്തോഷം നമുക്ക് തരുന്ന കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ കർത്താവിൽ ധൈര്യപ്പെട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ആ കർത്താവിൽ നാം ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോൾ പലപ്പോഴും നമ്മുടെ കാൽപ്പാടുകൾ അവിടെ കാണുകയില്ല. ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ മാത്രമാണ് പലപ്പോഴും ഉള്ളത്. എന്തെന്ന് ചോദിച്ചാൽ, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയല്ല, പിന്നെയോ ദൈവം പലപ്പോഴും നമ്മെ എടുത്തുകൊണ്ട് നടക്കുകയാണ്, തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുകയാണ്. പലപ്പോഴും നാം കാണുന്ന രണ്ട് കാൽപ്പാടുകൾ അത് ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ പലപ്പോഴും നാം കാണുമ്പോൾ ദൈവത്തിൽ സന്തോഷിക്കുവാൻ, പലപ്പോഴും നമ്മുടെ കാൽപ്പാടുകൾ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ, പ്രയാസം വർദ്ധിച്ചപ്പോൾ ദൈവമാണ് നമ്മെ എടുത്തുകൊണ്ടുവന്ന് മനസ്സിലാക്കുവാൻ, ആ ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ലോകത്തിലെ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തെ കൂടുതലായി സ്നേഹിപ്പാൻ, ദൈവത്തെ കൂടുതലായി വിശ്വസിപ്പാൻ, ദൈവത്തിൽ കൂടുതലായി ആശ്രയിപ്പാൻ, ദൈവത്തോട് കൂടുതലായി ഭയഭക്തിയുള്ളവരെ ജീവിപ്പാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.